സോ ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനു സ്റ്റോക്സ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈഗിളും അവൻ്റെ പേരെന്തോന്നായിരുന്നടേ, കരിമഷിക്കുണ്ടനും തമ്മിലുള്ള തർക്കവും അതിൻ്റെ റിപ്ലൈ, റോസ്റ്റിംഗ്, റിയാക്ഷൻ, ഇതൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഫുൾ. സോ വൈ നോട്ട് നമുക്കൊന്ന് എടുത്ത് റിയാക്ട് ചെയ്തൂടെ? ചെയ്യാമെന്ന് കരുതിയാണ് വന്നത്. സോ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഇതേ പേരിലൊരു പേജുണ്ട്, അത് പോയി ഫോളോ ചെയ്യുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്കോഡ് ലൈവിൽ പുള്ളി പറയുന്നുണ്ട്, ഇപ്പം സ്ട്രീമിങ്ങിൻ്റെ പാറ്റേൺ തന്നെ മൊത്തത്തിൽ മാറി, ഇപ്പം ഗ്യാങ് ആയിട്ടുള്ള സ്ട്രീമിംഗ് ആണ് നടക്കുന്നത്. അതിൽ പുള്ളി ആരുടെയും പേരും എടുത്ത് പറഞ്ഞില്ല, ഒരു കാര്യവും പുള്ളി പറയുന്നത് ആരെയും പേഴ്സണലായിട്ടൊന്നും സംസാരിച്ചതുമില്ല, പറഞ്ഞതുമില്ല. പക്ഷെ അത് കണ്ട ചിലവർക്ക് കുരുകുട്ടി കസേര എടുത്തിട്ട് കൊണ്ടുവന്ന് 2-3 പേരുടെ സൈഡിലിരുത്തി. എനിക്കിപ്പോൾ സൈഡിലെടുത്ത് ആരും ഇല്ല, എന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആരെങ്കിലും പിടിച്ച് സൈഡിലിരുത്തി വന്നിരുന്ന് ഈഗിളിനെ കുണകുണ അടിക്കുന്നു. ഈഗിൾ ഈഗിൾ അറിയാലോ, ഈഗിള് കിക്കിലും അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൊക്കെയാണ് ലൈവും സ്ട്രീമും ഒക്കെ ചെയ്യുന്ന. 7-8 വർഷം മുമ്പ് സ്ട്രീം ചെയ്ത് തുടങ്ങിയ പുള്ളിയ ഇന്നലെ മിനിങ്ങാന്ന് പൊട്ടിമുളച്ച് കുറച്ച് സ്ട്രീമേഴ്സ് എടുത്തിട്ട് അങ്ങ് അലക്കാന്ന് വിചാരിച്ച് പുള്ളി തിരിച്ച് അലക്കി അശയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈഗിളിനെ എടുത്ത് വെച്ച് അലക്കാൻ നോക്കി എന്തൊക്കെയോ പറയുന്നു. ഈഗിൾ അലക്കി എടുത്ത് അശയിലിട്ട് ഉണക്കി കൊടുത്തു. അതിൽ പിന്നെ തിരിച്ച് കുരു പൊട്ടിയിട്ട് വീണ്ടും ഈഗിളിനെ അലക്കാനായിട്ട് വന്നതാണ് നമ്മുടെ കരിമഷിക്കുണ്ട്. പേരെനിക്ക് നമ്മുടെ കരിമഷിക്കുണ്ട്. ഓക്കെ, അപ്പം അതാണ് ട്രെൻഡിങ്. സോ കരിമഷിക്കുണ്ട അലക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കരിമഷിക്കുട്ടൻ എന്താണ് അലക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അലക്കാനായിട്ട് സോപ്പ് പൊടിയാണോ അതോ ഇനി ബാർ സോപ്പാണോ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഐ ആം അർഷൽ ഫൈസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ഷാനു സ്റ്റോക്സ്. ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു മണവാളിനായിട്ട്. ഒരു ലൈവിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈഗിളിനെ കുറിച്ച്. എനിക്ക് ആളെ പേഴ്സണലായിട്ട് അറിയില്ല, ആളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല. പേഴ്സണലായിട്ട് അറിയത്തില്ല, വീഡിയോസും കാര്യങ്ങളൊന്നും കാണാറില്ല. ഓക്കെ, അപ്പോൾ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വാണം എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. അതും വളരെ മെല്ലെ എൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു. അറിയാതെ എൻ്റെ വായിൽ നിന്ന് വാണം എന്ന് വന്നു. നിന്റെ നാക്ക് നിന്റെ ഇതിൻ്റെ കൺട്രോളിലല്ലേ? അതാ അടുത്തിരുന്ന ഈ മണവാളനാണോ നിന്റെ നാക്ക് പിടിച്ച് വലിച്ചത് വാണോന്ന് പറയാൻ? നീ വാണോന്ന് പറഞ്ഞ് അറിയാതെ മെല്ല് നീ പറഞ്ഞ, പിന്നെ അതെന്തിരി മെല്ല് അറിയാതെ മെല്ല് അറിയാതെ പറഞ്ഞാ നീ അത് മതി. തെറ്റാ നമ്മൾ സമ്മതിക്കും ചെയ്തിട്ടുണ്ട്. ഇവന്റെ സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ഇവിടെ ചോദിച്ചാ യവേദടാ യവേത് അറിയാതെ പറഞ്ഞു പോയി. തെറ്റാണ് നീ പറഞ്ഞാലേ പറഞ്ഞില്ലെങ്കിൽ തെറ്റ് തന്നെ. നീ അത് അവന് നാക്കില്ലേ? അവൻ പറയില്ലേ? നീ അവൻ അറിയാതെ പറഞ്ഞത് നീയാണ് അവന്റെ നാക്കി പിടിച്ച് വലിച്ചത്. സംബന്ധം വെച്ചാൽ അതിന് ഫണ്ണായിട്ട് വെറുതെ നമ്മളൊരു കുറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല ഞാൻ ഹിന്ദു ഒന്നല്ല, ഞാനൊരു മുസ്ലിമാണ്. ചോദിച്ചാരെങ്കിലും? ആരും ചോദിച്ചില്ലല്ലോ. ജാതി ചോദിക്കരുത്, മതം പറയരുത്, തെറ്റാണ്. ഓക്കെ, ശരിയല്ല അത്. അപ്പോ ഞാൻ ആണെന്ന് വിളിച്ചപ്പോ പേഴ്സണലായിട്ട് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ ചെയ്യില്ല. അവൻ എനിക്ക് എന്നായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നീ അങ്ങേരെ വാണോന്ന് വിളിച്ച് കഴിഞ്ഞാൽ അങ്ങേർക്ക് പകരം അങ്ങേരെ കൊച്ചുമോ ഇറങ്ങി വന്ന് നിന്റെ ചെറുക്കലിനടിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങേരെ വാണോന്ന് വിളിച്ച് കഴിഞ്ഞാൽ അങ്ങേരെ ഇറങ്ങി റിയാക്ട് ചെയ്യും. അങ്ങനെയാണ്. നീ അങ്ങേരെ വിളിച്ചിട്ടല്ലേ? അങ്ങേരെ വിളിച്ച് അങ്ങേരെ റിയാക്ട് ചെയ്ത് പിന്നെ അങ്ങേരെ വായും പൂട്ടി മിണ്ടായിരിക്കണം. എവിടെ നിന്നാ നീ? എടാ കൺമശിക്കുണ്ടാ, നീ തുണിയില്ലാതെ നാളെ ലൈവിൽ ഇരുന്നാൽ പോലും എന്റെ ഗെയിം കളിക്കുമ്പോൾ വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, മനസ്സിലായ? അവർ 2 ദിവസം മുമ്പ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് തോണ്ടാനിരിക്കണം. അപ്പൊ എന്നെ കഴിവറ മോനെ, നീ വീട്ടിൽ പോയി നിന്റെ തന്തയോട് പറഞ്ഞാൽ മതി. കൺമശിക്കുണ്ടാ, നീ നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്. ഇപ്പോഴത്തെ കണക്ക് നാളെയും കൂടെ എടുത്ത് വെച്ച് ഒന്നുകൂടെ ചെയ്. അങ്ങനെ ഇതിന്റെ ബാലൻസ് റിപ്ലൈ ഇട്ടിട്ടുണ്ട്, അപ്പൊ നീ ഒന്നുകൂടെ അതെടുത്ത് ചെയ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ, വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എൻ്റെ വാപ്പാക്കും എൻ്റെ തന്തയ്ക്കും എൻ്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. കയ്യിരിപ്പ് ശരിയല്ലെങ്കിൽ ആൾക്കാർ വിളിക്കും.
കയ്യിരിപ്പ് ശരിയായിരിക്കണം. കയ്യിരിപ്പ് ശരിയല്ലെങ്കിൽ ആൾക്കാർ വിളിക്കും. അത് നിന്റെ ആയാലും എൻ്റെ ആയാലും കയ്യിരിപ്പ് ശരിയല്ലെങ്കിൽ ആൾക്കാർ തൊന്തയ്ക്ക് വിളിക്കും. സ്വാഭാവികമാണത്. അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിയപ്പല കരിയപ്പല അല്ല, തക്കാളി. ഞാൻ മറ്റേ കടയിൽ 50 രൂപയ്ക്ക് മലക്ക കിട്ടിക്കൊണ്ടുവന്നവരാണ്. കരിയപ്പല തക്കാളി എന്നൊക്കെ ഇരുന്ന് വിളിച്ച് പറഞ്ഞു. 8 മണിക്ക് എടുത്തോണ്ട് വന്നതാണ്. ഞാനിങ്ങനെയാണെന്ന് കരിയപ്പല വേണോ തക്കാളി വേണോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരിയപ്പല വേണോ, 50 രൂപയ്ക്ക് മലക്കവി, കരിയപ്പല, തക്കാളി, വെണ്ടയ്ക്ക, വിഴുക്ക്, സാമ്പാർ എന്നുള്ളതുണ്ടെങ്കിൽ ഞാൻ 7 രൂപയ്ക്ക് വാങ്ങിച്ചത്. നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂറിയും മോനെ അതിനുള്ള ഞാൻ തരും. ഈ എത്ര വലിയ കുണ്ണ ഗെയിമർ എന്ത് പൂർണ്ണയാലും ഒരു മരുമില്ല. മനസ്സിലായില്ലേ? എന്തൊരു തരും, എത്ര രൂപ തരും? നീ കൊടുത്തിട്ട് വേണമല്ലോ എങ്ങനെ ജീവിക്കുക. ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ നടക്കുകയാണ്. ഞാൻ അനക്കാ വിളിച്ചിട്ടുള്ളത് നായിന്റെ മോനെ, കൊലയാടി മോനെ. ഒന്നും പറയാനായിട്ട് ഞങ്ങൾ അപ്പത്തിരിക്കണോന്റെ യവൻ എന്തിനാണ് പിടിച്ചിരുത്തിയത്? യവയത് വന്നിട്ടില്ല, ചെയ്തിട്ടില്ല. നിനക്ക് എന്റെ ഒരു പേഴ്സണലായി വിളിക്കുന്നത് നമ്മളെ വിളിച്ചു. ഏത് അടിന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്. നീ വലിയ ആളാണ് സമ്മതിച്ചു. എനിക്കൊരു മരുമില്ല. നീ എന്ത് കുണ്ണേന് എനിക്കൊരു മരുമില്ല. ഞാൻ നിന്റെ അടുത്ത് എന്റെ വല അറിയാം. അതൊരു സമ്മതിച്ചു നോക്കൂ. ഇങ്ങനെ വലുത് തന്നെ, അങ്ങനെ വലിയ ആള് തന്നെയാണ്. നീ സമ്മതിച്ചാലില്ലെങ്കിൽ അങ്ങനെ വലിയ ആളാണ്. നീനക്കൊരു ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അങ്ങേക്കൊരു ഇതുമല്ല നീ. അത് നീ പറയുമ്പോൾ മാത്രം മാസം അങ്ങേര് വാങ്ങുമ്പോൾ നല്ല ആസമായി പോണു. സെയിമാണ് അവസ്ഥ. അങ്ങേക്ക് നീ ഒരു കുഴപ്പമില്ല. മനസ്സിലാക്കിയിട്ട് നീ വന്ന് തൊലി ആണോ എന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു സോറി ഞാൻ ക്ഷമയ്ക്കാനായിട്ട്. എനിക്ക് ഈ മാതിരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. മനസ്സിലായി? അത് അറിയാതെയാണ് വാണോന്ന് വരുന്നത്. ഇവൻ പറയാനില്ല, വിടുന്നത് അറിയാതെ ഇരിക്കും. ഞാൻ എന്റെ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യം എന്താ? പൂറിയ മോനെ നീ ആരാന്ന് വെച്ചിട്ട് കൊണ്ട നിന്റെ കരിമ്പുറ പോലെ കണ്ണാടി. എനിക്ക് അയാളെ പേഴ്സണലി അറിയില്ല. എനിക്ക് സ്ട്രീമിങ് കാര്യമൊന്നും അറിയില്ല. അറിയാത്ത ഒരുത്തനെ കുറിച്ച് പിന്നെ എന്തിനു വായങ്ങളൊന്ന് ചിലക്കാൻ പോണോ നീ? അറിയാത്ത ഒരുത്തനെ പിടിച്ച് വേണം മറ്റേത് നീ തൊലിക്കാൻ പോണതിന്റെ കാര്യം എന്താണ്? നിനക്ക് അവരുടെ വായും പൊട്ടി മിണ്ടായിരുന്ന പോലെ ഏതെങ്കിലും ഒരുത്തൻ കസേര സൈഡിൽ ഇട്ടോട് തന്നെ അവിടെ കയറി വന്നിട്ട് ഇതേപോലെ ഒന്ന് ചിലക്കും. എന്താ ഞാൻ പറയുന്നത്? പയ്യന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പൂറിയും മോന്റെ ഒരു ഗ്ലാസും വെറ്റിലെ പൂറ. നീ ആരണ്ടാ? ഗെയിമിങ് 7.something സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ലൈവ് വരുമ്പോൾ ഒരു 12K to 13K കണ്ടിന്യൂസ് വാച്ചിങ്. അത് 12,000 to 13,000 ആൾക്കാർ ഒരേ സമയം വാച്ച് ചെയ്യുന്നതാണ്. അല്ല നീ മറ്റേ പ്രാങ്ക് തൊലിച്ചിട്ട് പോകുമ്പോൾ പിന്നെ ഒന്നും കാണുന്നതല്ല, ലൈവായിട്ട് കാണുന്ന ആൾക്കാരുള്ളൊരു പുള്ളിയാണ്. ബെസ്റ്റ് കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള പുള്ളിയാണത്. ഇന്നെ കണക്ക് മറ്റേ എയർപോർട്ട് ചെവിയിൽ തിരുവി പെണ്ണുങ്ങളെ മുമ്പ് പോയിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് മറ്റേ തൊലിക്കുന്ന പരിപാടിയല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞുതരാം, നിനക്ക് അറിഞ്ഞൂടാ പുള്ളിയുടെ സ്ട്രീമിങ്ങിന്റെ കോപ്പ് ഇതാണ്, പുള്ളി എത്ര വലിയ സംഭവമാണ് എന്നൊന്നും നിനക്ക് അറിഞ്ഞൂടാന്ന് നീ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം. അങ്ങേരൊരു 4 മണിക്കൂർ ലൈവ് ഇട്ട് തന്നെ അതിൽ നിന്ന് 40 കണ്ടന്റ് ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് ഈ ട്രോൾ ഉണ്ടാക്കുന്നവർക്കും മീം പേജുകൾക്കും ഒക്കെ കിട്ടും. 4 മണിക്കൂർ ലൈവിൽ നിന്ന് മിനിമം ഒരു 40 കണ്ടന്റ് എങ്കിലും അങ്ങേരെ ഇതിൽ നിന്ന് കിട്ടും. അങ്ങേരെ അതിനായിരിക്കും കോപ്പി റൈറ്റും കൊടുക്കാൻ പോണില്ല, കൊടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. അങ്ങേരെ ആ സ്ട്രീമിങ്ങിന്റെ കേസും നോക്കി പോകണം. അതായത് നീയൊക്കെ ഈ 2 ദിവസം മുമ്പ് വന്ന് കസേര ഇടുന്നതിന് 8 വർഷം മുമ്പ് അങ്ങേര് തുടങ്ങിയതാണ്. അതാണ് ഈഗിൾ ഗെയിമിങ്. അതൊരു ബ്രാൻഡ് കണക്കായടെ സാധനം. അല്ലാതെ നിനക്ക് അറിഞ്ഞുകൂടാൻ അറിയാതെ നീ പണഞ്ഞെങ്കിൽ പിന്നെ കൂടുതൽ നീ ചിലക്കണ്ട. നീ പണഞ്ഞ് അപ്പോൾ പിന്നെ വായിരിക്കണ കേട്ട് പിന്നെ വീണ്ടും വന്ന് നീ എന്തിനാണ് ഈ തൊലിക്കുന്നത്? പറഞ്ഞ തന്നെ നീ പതിയെ പറഞ്ഞാലും അല്ല അവൻ്റെ കഷത്തിനിടെ വീണെന്ന് പറഞ്ഞാലും നീ പറഞ്ഞത് തന്നെടേ. കരിമ്പുറ പോലെ കണ്ണാടി പൂറിയും മോന്റെ ഒരു ഗ്ലാസും വെറ്റിലെ പൂറ. അങ്ങനെ കണ്ണാടി വെച്ചാണോ നിന്റെ പ്രശ്നം? നീയും വാങ്ങിച്ചു പോയി ഒരു സോഡാ കുപ്പി കണ്ണാടി വെച്ചാൽ കരിമഷി അറിയത്തില്ല. കരിമഷി കണ്ണാലെന്നെ വിളിച്ചെന്തിന് നീ ജമീല. കരിമഷി വെച്ചാ അല്ല സോറി കണ്ണാടി വെച്ചാൽ കരിമഷി ഇട്ടേക്കണ അറിയത്തില്ലേ? അവന്തേല്
മുറുക്കാനും ചവച്ചിട്ടിരിക്കുന്നവേ. ഇവൻ മുറുക്കാൻ ചവച്ചിട്ടിരിക്കുന്നേ. ആ സൈഡിൽ ഇരിക്കുന്നതിന്റെ എക്സ്പ്രഷൻ നോക്കിയാണ്. യവനാ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? എവിടെയായിരുന്നു? അവിടെ തന്നെ. അത് തന്നെ സംഭവം. ഇത് തന്നെ ആയി. ഇത് തന്നെ ഞാൻ ആരണ്ടാ ഈഗിൾ ഗെയിമിങ് പണ്ട് OP ആയിരുന്നു, ഇപ്പോൾ OP ആണെന്ന് പറഞ്ഞൂടാ. ഈഗിൾ ഗെയിമിങ് നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് ഇവിടെ കുറെ ആൾക്കാരുണ്ട്, എനിക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പേഴ്സണലി ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആണെന്ന് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഒരു ആണം അത്രേ ഉള്ളൂ. അങ്ങോട്ട് നിന്നെ തൊന്തയ്ക്ക് വിളിച്ചു, അത്രയല്ലേ ഉള്ളൂ. നീ എങ്ങനെ വേണമെന്ന് വിളിച്ചു, അങ്ങോട്ട് നിന്നെ ഉണ്ടാക്കിയ തൊന്തയ്ക്ക് വിളിച്ചു. നിന്നെ പോലും അല്ല അങ്ങനെ കുറ്റം പറയുന്നത്. നിനക്ക് മുമ്പ് ഒരു മഹാപാപം ചെയ്തുകൊണ്ടുള്ള ഒരാളെയാണ് അങ്ങനെ പറയുന്നത്. മനസ്സിലാക്കുന്നേ, നിന്നെ അങ്ങനെയൊന്നും പറയുന്നില്ല. വിളിച്ചു അതിന് അവനങ്ങ് കയറി കോണിച്ചു. നീ ഞാൻ ആരാണെന്ന് അറിയുന്നു, എനിക്ക് എത്ര ഫാൻസ് പേജ് ഉണ്ടെന്ന് അറിയോ? മൈര അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മോനെ അവനോടൊന്നല്ലേ പറഞ്ഞ, അപ്പൊ അങ്ങനെ ഇത് പറയണ്ടേ? നിനക്ക് അറിയോന്ന് ചോദിക്കണ്ടേ? നിനക്ക് അവനോടൊന്നല്ലേടാ നീ മര്യാദ കുറച്ച് നേരം മുമ്പ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചോദിക്കണ്ടേ? ആരാണെന്ന് അറിയാമോ, ആരാണെന്ന് മനസ്സിലാക്കി തരണ്ടേ? അതല്ലേ അതിന്റെ പോയിന്റ്. നിനക്ക് അവനോടാന്ന് പറഞ്ഞ ഇങ്ങനെ അവനെ മനസ്സിലാക്കി തന്നു ഇങ്ങനെ ആരാണെന്ന്. നീ അവനെയാണോ ഉത്തരാരും? പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ റിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട്, മീഡിയ മൊത്തം ഉണ്ട്. അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട്. എന്താ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിംഗ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ. അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്ത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണം എന്ത് വേണം എന്ന് പറഞ്ഞ സംഭവം അറിയാതെ എന്റെ വായിൽ വന്നു പോയതോ. ഓക്കെ അറിയാതെ ഞാൻ അപ്പത്തിരിക്കണ എന്റെ കഷത്തിനിടെ ചെന്നിട്ട് വാനം ഇങ്ങനെ പറഞ്ഞു. അറിയാതെ ഞാൻ അറിയാതെ പയ്യാണ് പറഞ്ഞേട്ടാ. വാനം ഇങ്ങനെയാണ് പണഞ്ഞേ കേട്ടാ, ഇങ്ങനെയാണ് പണഞ്ഞ. അല്ല ഒരു കാര്യം പറയുന്നത്, ഈഗിൾ മാത്രമാണോ എന്തൊക്കെ വിളിച്ച? അല്ല, ഈഗിൾ മാത്രമല്ല ഇവനെ പള്ളി വിളിച്ചിട്ട് പോണത്. ഈഗിൾ മാത്രമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം ഇവനെ ആരൊക്കെ പള്ളി വിളിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. വഴിയെ പോണ പെണ്ണുങ്ങൾ അവനെ പള്ളി വിളിക്കുക. എൻ്റെ തലവുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാ കാണും. എന്നെ തേച്ചിട്ട് സുഖമായി നടക്കല്ലേ? ഹലോ ഫ്രണ്ട് അയച്ചു തന്ന വീഡിയോ, അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ റിയേറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട്, മീഡിയ മൊത്തം ഉണ്ട്. അതിനെ കുറിച്ച് അവൻ എന്തോ പറയുന്നുണ്ട്. എന്താ ഇപ്പൊ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിംഗ് ആയി 4-5 പെണ്ണുങ്ങളെ ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ. അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്ത്. അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണം എന്ത് വേണം എന്ന് പറഞ്ഞ സംഭവം അറിയാതെ എന്റെ വായിൽ വന്നു പോയതോ. ഓക്കെ, അതിന് ഞാൻ സോറി ചോദിക്കാനോ ഓക്കെയാണ്, ഞാൻ ക്ഷമ ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെറി വിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ. ആരും തെറി വിളിക്കാനോ ഒരു പരിപാടിക്കും പോകാത്തവരാണ് ഞാൻ. ഇപ്പൊ ഇത്ര നേരം ഇരുന്ന് ഈ വിളിച്ചതൊക്കെ അറിയാതെ വന്നതാണ്. അറിയാതെ വായിന്ന് വന്നതാണ്. വാനം അങ്ങനെ വന്നതാണ്. അറിയാതെ വന്നതാണ് കൊച്ചിൻ്റെ വായിന്ന്. ആരും വന്നും പണയില്ലേ, കൊച്ചിനാരും വഴക്കുവരയില്ലേ കേട്ടാ, കൊച്ചിന് വിഷമാകും. നീ അതിന് കയറി വന്നിരുന്നിട്ട് എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം പൂറി പോലെ നീ ആരാമായിര. ഈഗിൾ ഗെയിമിങ് അത് നിങ്ങൾ ഫാൻസർ വിചാരിച്ചു. എനിക്ക് ഫാൻസർ എത്ര പേരുണ്ട് നീ അവരുടെ അടുത്ത് പോയി ചോദിക്കും. നിന്റെ ഫാൻസറെ അടുത്ത് ചോദിക്കും. എന്തായാലും തന്നക്ക് വിളിച്ചാൽ ചോദിക്കണോ? എടാ അങ്ങനെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഇരിക്കുന്നത് സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ ഫാനാണ്. അങ്ങനെ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരൊന്നും നിന്റെ തന്തയ്ക്ക് വിളിക്കും. അങ്ങനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ അവന്മാർ തന്നെ ഡയറക്റ്റ് ഒന്നും നിന്റെ തന്തയ്ക്ക് വിളിക്കും. ഇനി അവരെയൊന്നും കൂടെ നീ ഇരന്ന് വായിക്കാനാണ് പോണത്. നമ്മള് ആണുങ്ങൾ തമ്മിൽ തീർക്കാം. വിഷയം എന്താന്ന് വെച്ചാൽ ഞാൻ അവന്റെ തന്തക്കോ ആണുങ്ങള് തമ്മില് തീർക്കും. ഓക്കെ, വെള്ള ഷർട്ട് വെള്ള വഞ്ഞ നീ പറഞ്ഞു. ഓക്കെ, സൈഡിൽ ഇരിക്കണ യവൻ എന്തിനു പറയണത്? യവൻ എന്തിനത് പറയണത്? നീ ആണാടാ. ഞാൻ കാണിച്ചു തരാം. നീ ആണല്ല, ഞാൻ തെളിച്ച് കാണിച്ചു തരാം. എന്റെ പ്രൂഫുണ്ട്, അതിനും എന്റെ പ്രൂഫുണ്ട്. രമേശ, ഞാൻ പണി പറഞ്ഞിട്ടാ. 1000-ന് 2 പേര് നടക്കും. 1000 നടക്കൂല കേട്ടോ. 2000 3000 റൂമില് ഇടയിലുണ്ടെങ്കിൽ 3000. നമ്മളെ റൂമുണ്ട്, അത് 4000. 3 പേർക്ക് ഒരാൾക്ക് റേറ്റാ പറഞ്ഞത്. കുറയില്ല.
ഫുൾ സർജറി കഴിഞ്ഞു. ഇവന്റെ വീട്ടുകാർക്ക് ആർക്ക് വിളിക്കാൻ ഞാൻ പോയിട്ടില്ല. കേൾക്കാൻ നമ്മൾ ഞാൻ ഒരു വാണമെന്ന് പറഞ്ഞ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, വാണം വേണ്ടി പറഞ്ഞത് അതിനാണ് നീ ഉണ്ടാക്കിയത്. ഇവന് ഈഗിൾ ഗെയിമിങ് ആരാണെന്ന് അറിഞ്ഞൂടാ, അങ്ങേര് ഇത്ര ഫാൻസ് ഉണ്ടായിരുന്നു അവനൂടാ, പേഴ്സണലി അവനൂടാ ഒരു തേങ്ങ അറിഞ്ഞൂടാ. എന്നിട്ട് നീ ഏറ്റലിച്ച് ഞാനൊരു സത്യം പറയാം, അങ്ങേര് ആ ഒരാള് ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ആ പുള്ളി നിന്റെ തന്തയ്ക്ക് വിളിച്ചത് കൊണ്ട് മാത്രമാണ് എന്നെപ്പോലുള്ള കുറേ ആൾക്കാർക്ക് നീ എന്ന് പറഞ്ഞ സാധനത്തിന് മുഖമെങ്കിലും ഇപ്പം കാണേണ്ടി വന്നത്. നീ ആരാണ്? നിന്നെ അമ്മക്ക് അവനോട് അങ്ങേരെ നമുക്കറിയാം. നിനക്കൊന്നും അവനോടൊന്നും പറഞ്ഞ് നീയൊക്കെ കസേരയിട്ട് കിടന്ന് ഡയലോഗ് അടിച്ചാൽ നിനക്കൊന്നും അങ്ങേരെ അവനോടെങ്കിലും നമുക്കറിയാം. അങ്ങേരെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് മാത്രമാണ് നിന്നെ ഇപ്പം നമ്മളറിഞ്ഞത്. നീ ആര്? നീ ഏതാ വന്നിരുന്നു? സോ കരിമശി കുണ്ടൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം കിട്ടുവാണെങ്കിൽ വീണ്ടും കാണാം. സോ സൈനിങ് ഓഫ്, ഷാനസ് ടോക്സ് ഫ്രം ഷാനസ് ടോക്സ്. പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഓക്കെ ബൈ, സി യു അഗൈൻ. ഇതാണ് പോയിന്റ്, മൈര പോയിന്റ്. അപ്പൊ നമുക്ക് മൈര പോയിന്റിലേക്ക് നാളെ പോവാം. അപ്പൊ ശരിടാ, നീ പോയിട്ടോ. മൈരം പോയിട്ടോട്ട് പോകണം. നീ പോയിട്ടോ, നമ്മൾ പോകണം, ഞാൻ പോകണം. ബൈ.